ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നുള്ള കൺസെപ്റ്റ് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അതായത് നോൺ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു കണക്ക് നോക്കുക. എക്സാമ്പിളായിട്ട് മേക്ക് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആൻഡ് ഹെൻസ് സോൾവ് ഇറ്റ്. പ്രോബ്ലം ഇതാണ്: sin y dx പ്ലസ് cos y dy ഈസ് ഈക്വൽ ടു 0. sin y dx പ്ലസ് cos y dy ഈസ് ഈക്വൽ 0 അത് എക്സാക്ട് സോൾവ് ചെയ്യുക എന്ന് മാത്രമാണ് പറഞ്ഞെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിനെ ഈ sin y എന്നുള്ള ടൈം അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ എന്ത് വരുന്നറിയാമോ? dx ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്തേക്ക് വന്നാൽ മൈനസ് cos y dy. ഇനി sin y യുടെ അപ്പുറത്തേക്ക് വന്നാൽ എന്ത് വരും? cos y ഡിവൈഡഡ് ബൈ sin y ഇൻറ്റു dy അല്ലേ? അന്നേരം വൈയും ഡി വൈ എല്ലാം ഒരുമിച്ചായി, എക്സും ഡി എക്സ് ഒരുമിച്ചായി. അതായത് വേരിയബിൾ സെപ്പറബിളായി. വേരിയബിൾ സെപ്പറബിളായി പിന്നെ എന്ത് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൊല്യൂഷൻ കിട്ടും. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതല്ല. ഇത് എക്സാക്റ്റ് ആണോ? മേക്ക് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് എന്നാണ്. എക്സാക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നിരിക്കുന്ന ഇക്വേഷൻ ഈസ് നോട്ട് എക്സാക്റ്റ്. അന്നേരം എന്ത് ചെയ്യാം? ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് sin y dx പ്ലസ് cos y dy ഈസ് ഈക്വൽ ടു 0. കമ്പയറിംഗ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഏതാണ് എക്സാക്റ്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എം ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ 0 എന്ന് എഴുതുന്നത്. ഇത് നോൺ എക്സാക്റ്റ് ആണ്. നമ്മൾ അതിനെ എങ്ങനെ എഴുതാൻ തന്നിരിക്കുന്നത്? കമ്പയറിംഗ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് പി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ. അത് എക്സാക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുന്നത്? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇത് എഴുതും. ഇത് പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് പി? പി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഡി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സൈൻ വൈ ആൻഡ് ക്യൂ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഡി വൈയുടെ കോഎഫിഷ്യൻറ്റ് കോസ് വൈ. ഓക്കെ, വാട്ട് ഈസ് ഡെൽ പി ഡിവൈഡ് ബൈ ഡെൽ വൈ? അവിടെ ഡെൽ എം ഡിവൈഡ് ബൈ ഡെൽ വൈയും ഡെൽ എൻ ബൈ ഡെൽ എക്സും എടുക്കുന്നത്. കാരണം ഇവിടെ ഡെൽ പി ഡിവൈഡ് ബൈ ഡെൽ വൈ പി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ആകുമ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ഡെൽ വൈയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡെൽ പി ഡിവൈഡ് ബൈ ഡെൽ വൈ ഈസ് ഈക്വൽ ടു പി സൈൻ വൈ. therefore del p divided by del y cos y. What is q? Q is equal to cos y. therefore del p divided by del q divided by del x is equal to 0. cos y के x इधर. हमें del p divided by del y not equal to del q divided by del x. That means the given differential equation is not exact. That is one is not exact. ഇനി എക്സാക്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. എക്സാക്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡാണ്. ഏത് മെത്തേഡാണ്? ഒന്ന് ഡെൽ പി ഡിവൈഡഡ് ബൈ ഡെൽ വൈ മൈനസ് ഡെൽ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് ഓൾ ഡിവൈഡ് ബൈ ക്യൂ. ഇത് രണ്ടാമത്തെ ടൈം ക്യൂ ആണെങ്കിൽ ഇവിടെ താഴെ ക്യൂ. അത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് വിചാരിക്കുക. എക്സ് അതിനകത്ത് അല്ലെങ്കിൽ ആ വാല്യൂവിനകത്ത് എക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ദെൻ വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇൻ്റഗ്രൽ ആർ ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കും. പിന്നെ ഇ റേസ് ടു ഇൻ്റഗ്രൽ ആർ ഓഫ് എക്സ് ഡി എക്സ്. അതായിരിക്കും ആ കേസിനകത്ത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി അത് ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡെൽ ക്യൂ ബൈ ഡെൽ എക്സ് അല്ലെ? ക്യൂ എക്സ് മൈനസ് പി വൈ ഡെൽ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് മൈനസ് ഡെൽ പി ഡിവൈഡ് ബൈ ഡെൽ വൈ ഡിവൈഡഡ് ബൈ പി കണ്ടുപിടിക്കും. അതെന്തായിരിക്കണം? എ ഫംഗ്ഷൻ ഓഫ് വൈ മാത്രം. വൈ അതിനകത്താണെങ്കിൽ അതിൻ്റെ വാല്യൂവിനകത്ത് വൈ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ ആർ ഓഫ് വൈ ഡി വൈ. ഓക്കെ, അങ്ങനെ രണ്ട് കേസിനകത്തായി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം ഇത് ഡെൽ പി ഡിവൈഡഡ് ബൈ ഡെൽ വൈ മൈനസ് ഡെൽ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് ബൈ ക്യൂ. വാട്ട് ഈസ് ഡെൽ പി ബൈ ഡെൽ വൈ? ഡെൽ പി ഡിവൈഡഡ് ബൈ ഡെൽ വൈ ഈസ് ഈക്വൽ ടു കോസ് വൈ മൈനസ് ഡെൽ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ്. ഡെൽ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ് ഡിവൈഡ് 0 ഡിവൈഡഡ് ബൈ ക്യൂ. ക്യൂ ഈസ് ഈക്വൽ ടു കോസ് വൈ. ദാറ്റ് ഈസ് കോസ് വൈ ഡിവൈഡ് ബൈ കോസ് വൈ ഈസ് ഈക്വൽ ടു 1. ആ 1 എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് ബൈ 0 എന്ന് എഴുതാം. That is ഈ വാല്യൂ del p divided by del y minus del q by del x divided by q, or r is a function of x only. That is a function of x only. അന്നേരം r of x എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ r എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് x മാത്രമേ ഉള്ളൂ. Then what is integral r of x dx? Integral r of x dx means integral r ന്റെ വാല്യൂ 1 ആണ്. എന്നാൽ 1 into dx is equal to x. Then what is integrating factor? The integrating factor is equal to e raised to integral r of x dx. The e raised to integral r of x dx means e raised to x. The integrating factor e raised to x. And ഈ integrating factor കൊണ്ട് എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം അത് എക്സാക്റ്റിലേക്ക് വരും. ഇങ്ങനെയല്ലേ?
Then multiply 1, that is given differential equation by integrating factor. IF കൊണ്ട് multiply. IF കൊണ്ട് multiply ചെയ്താൽ sin by the e raised to x into sin by dx. E raised to x sin by dx plus e raised to x cos by dy is equal to 0. Okay? അപ്പം ഇതിനകത്ത് e raised to x കൊണ്ട് multiply ചെയ്തേ. ഈ ഒന്നാമത്തെ ഇക്വേഷൻ e raised to x ആയി IF കൊണ്ട് multiply ചെയ്താണ് ഇത് കിട്ടുന്നത്. Equal to 0 ആയി. നമ്മൾ e raised to x നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്ത് അപ്പുറത്തേക്ക് വന്നാലും ഇത് തന്നെ കിട്ടുന്നത്. അല്ലേ? അന്ന് ഇതിന്റെ സൊല്യൂഷൻ ഏതാണ്? ഇതിന്റെ തന്നെയാണ്. അതേപോലെ ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന്റെ സൊല്യൂഷൻ ഏതായിരിക്കും? ഇതിന്റെ സൊല്യൂഷൻ തന്നെയാണ്. കാരണം എന്താ? കാരണം വെച്ചാൽ e raised to x അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ? sin y dx പ്ലസ് cos y dy is equal 0 ആയതുകൊണ്ട് അല്ലേ? അങ്ങനെ എന്ത് ചെയ്യാൻ? ഇത് എക്സാക്റ്റ് ആണെന്ന് നോക്കും. പഠിച്ച് ഇവിടെ നമ്മൾ പി എന്ന് എഴുതി നോൺ എക്സാക്റ്റ് ആയിരുന്നു. ഇവിടെ എൻ ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. അന്നേരം പഠിച്ച് ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് e raised to x into sin y. m of x y is equal to e raised to x sin y. What is n of x y? n is equal to e raised to x into cos y. Okay? What is del m divided by del y? Del m divided by del y is equal to e raised to x into sin y derivative cos y. That is e raised to x into cos y. What is del n by del x? Del n by del x is equal to ഇതിനെ x മായി ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നാൽ e raised to x ഡെറിവേറ്റീവ് e raised to x. പിന്നെ cos y കോൺസ്റ്റന്റ് ആണ്. e raised to x into cos y. That is del n divided by del y is equal to e raised to x into cos y, which is equal to del n divided by del x. Or del m divided by del y is equal to del n by del x. That is equation 2. അതായത് ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതെന്തായി? എക്സാക്റ്റ്. അതാണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. Then 2 is exact. Del m divided by del y is equal to del n divided by del x, or this equation is exact. ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതാണ്. ഓർ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? എക്സാക്ട് ഫോമിലേക്ക് മാറ്റി. ഇനി വാട്ട് ഈസ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ m dx അല്ലേ? പ്ലസ് എന്നിനകത്ത് എക്സ് ഇല്ലാത്ത ടേംസ് എടുക്കും. അതിനെ y ഇന്റഗ്രേറ്റ് ചെയ്യും. അതാണ് ടേംസ് ഫ്രീ ഫ്രം x in n into dy is equal to 0. Okay? That is m e raised to x integral m dx means m ന്റെ വാല്യൂ e raised to x sin y dx പ്ലസ് എന്നിനകത്ത് ഇതാണ് n. അതിനകത്ത് x ഇല്ലാത്ത ടൈം ഇല്ല. e raised to x into cos y എന്ന ഒറ്റ ടൈമാണ്. ഇതിനകത്ത് x ഉണ്ട്. അന്നേരം x ഇല്ലാത്ത ടൈം ഇല്ല. അതാണ് നിന്നിരിക്കുന്നത് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി ഇതിനെ y കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. x മായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അന്നേരം sin y അല്ലേ? e raised to x into integral e raised to x, or e raised to x into sin y is equal to a constant. That is the solution of the given differential equation. Okay? ഇത് എന്ത് കണ്ടുപിടിച്ചാലും എക്സാക്റ്റ് അല്ല എന്ന് കണ്ടുപിടിച്ചു. അത് del p divided by del y not equal del q divided by del x. പിന്നെ എന്ത് ചെയ്യണം? ഈ r of x കണ്ടുപിടിച്ചു. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് i of ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടി. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്താൽ അത് തെളിയിച്ചു എക്സാക്റ്റ്. എന്നിട്ട് അതിനെ എക്സാക്റ്റ് ആക്കി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാം. എന്നാൽ ഈ പ്രോബ്ലം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നോട്ടിലേക്ക് പകർത്തുക. ഓക്കെ? Find an integrating factor and solve the initial value problem. E raised to x plus y plus y e raised to y dx plus x e raised to y minus 1 into dy is equal to 0. Into dy is equal to 0. Given equation 1 കൊടുക്കുക. Given y of 0 is equal to 1. Initial value problem ആണ്. അന്നേരം നമുക്ക് ഇതേത് ഫോമിലാണ്? a function of x y dx plus another function of x y dy is equal to 0 എന്നാണ്. അതായത് എക്സാക്റ്റ് ആണോ നോക്കാം. എക്സാക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ആദ്യമേ m എന്ന് എഴുതണ്ട. ഇത് p of x y dx plus q of x y dy is equal to 0. അന്നേരം കമ്പയറിംഗ് the given differential equation with the p of x y into dx plus q of x y into dy, we have what is p of x y? P of x y is equal to p into dx എന്നാണ്. ഇത് e raised to x plus y, y e raised to y. What is q? q of x y is equal to dy എന്ന് പറയുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ് ആയി വരുന്നത് ഏതാണ്? x e raised to y minus 1. Okay? p of x y, q of x y.
കാരണം നമ്മളത് എക്സാക്റ്റ് ആണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത് പിയും ക്യൂ എഴുതിയിരിക്കുന്നത്. Then what is del p divided by del y? Del m divided by del y എന്നുള്ളതിന് പറയുന്നത് del p divided by del y. ഇതിനെ y യുമായി ഡിഫറൻഷിയേറ്റ് ചെയ്യും. y യുമായി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e raised ചെയ്ത് വന്നാൽ അത് തന്നെ e raised x plus y. പിന്നെ y യുടെ ഡെറിവേറ്റീവ് 1 ആണ്, പിന്നെ e raised x plus y. പ്ലസ് ഇത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണം വേണ്ടേ? y യുടെ രണ്ട് ടേംസ് ഉണ്ട്. എന്നാൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e raised to y e raised to y. പ്ലസ് സെക്കൻഡ് മീൻസ് e raised to y ഇൻറ്റു derivative of first y യുടെ വാല്യൂ ആണ്. That is del p divided by del y is equal to e raised to x plus y. ഇതിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ y e raised to y plus സെക്കൻഡ് e raised to y into 1. Similarly del q by del x is equal to, what is del q by del x? Del q by del x is equal to ഇതിനെ x മായി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ y കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. എന്നാൽ e raised to y into x ന്റെ ഡെറിവേറ്റീവ് ആണ്. That is del q divided by del x is equal to e raised to y. Okay, that is del p divided by del y is not equal to del q by del x. Since del p by del y not equal to del q by del x means the given differential equation 1 is not exact. അല്ലേ? ഇനി 1 exact അല്ലെങ്കിൽ പിന്നെ എന്ത് പഠിക്കും നമ്മൾ? r of x y is equal, രണ്ട് മെത്തേഡുകളുണ്ടല്ലോ. ഒന്ന് ഫംഗ്ഷൻ ഓഫ് x കിട്ടുന്നതും അടുത്ത ഫംഗ്ഷൻ ഓഫ് y വരുന്നതും. അന്നേരം അടുത്ത് കൺസിഡർ r of x y is equal to del p by del y minus del q divided by del x divided by q. This thing. Now del p divided by del y e raised to x plus y e raised to y plus e raised to y minus del q by del x e raised to y divided by q. Q is equal to what is q? X e raised to y minus 1. അങ്ങനെ e raised to y ഇവിടെ e raised to y പോകും, ക്യാൻസൽ ചെയ്യും. പക്ഷേ ഇതിന്റെ വാല്യൂ എന്തല്ല? ഒരു കോൺസ്റ്റന്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് x മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് x only. അങ്ങനെ പിന്നെ del p divided by del y minus del q by del x divided by q is not a function of x only. x ൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എടുക്കും. ഏതാണ് ഇത്? let r of x y is equal to del q by del x minus del p divided by del y divided by p. ഇട്ട് മറ്റേ ഇതാണ് എടുക്കുന്നത്. ഞാൻ തിരിച്ച് മൈനസ് ചെയ്യും, ഡിവൈഡ് ബൈ q എടുക്കും. ഇത് del q by del x minus del p by del y വന്നാൽ താഴെ വരുന്നത് p ആയിരിക്കും. ഇവിടെ del q by del x ആയ താഴെ വരുന്നത് del q ആയിരിക്കും. അങ്ങനെ ആ വാല്യൂ എടുത്താൽ del q by del x, del q by del x ന്റെ വാല്യൂ e raised to y minus del p divided by del y, e raised to x plus y e raised to y plus e raised to y divided by p. p means e raised to x plus y plus y e raised to y. അങ്ങനെ എന്താ e raised to y ഇവിടെയുള്ള e raised to y ക്യാൻസൽ ചെയ്യും. മൈനസ് e raised to y plus e raised to y 0. പിന്നെ എന്ത് വരുന്നത്? മൈനസ് ഓഫ് e raised to x plus y plus y e raised to y divided by e raised to x plus y plus y e raised to y. എന്നാൽ മൈനസ് ന്യൂമറേറ്റർ അതേ ടൈമിന്റെ ഡിനോമിനേറ്ററിലും that is equal to minus 1. അല്ലേ? e raised to x plus y plus y e raised to y അതേ ടൈമാണ് ഡിനോമിനേറ്ററിൽ e raised to x plus y plus y e raised to y ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1. ഇത് മൈനസ് ഔട്ട് സൈഡ് ഉള്ളതാണ് മൈനസ്. ആ മൈനസ് 1 എന്നുള്ളതിനെ you can consider minus 1 into y raised to 0 എന്ന് എഴുതാം. That is which is a function of y only. ആ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? x ഉള്ള ഫംഗ്ഷൻ ആയിട്ട് y ഉള്ള ഫംഗ്ഷൻ ആയിട്ട് മാത്രം എടുക്കാം. നമ്മൾ എടുത്തുകൊണ്ട് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഏതാണ്? del q by del x minus del p divided by del y divided by p is a function of y only. അത് രണ്ടാമത്തെ പ്രോപ്പർട്ടി. അത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും what is integral r of y dy. കാരണം r of x y നല്ല ഫംഗ്ഷൻ ഓഫ് y മാത്രമാണ്. എന്നാൽ r of y dy is equal to integral minus r of y യുടെ വാല്യൂ minus 1 into dy minus y. That is integrating factor is e raised to, ഈ കേസിനകത്താണെങ്കിൽ e raised to integral r of x dx. ഇത് integral e raised to integral r of y dy. That is equal to e raised to minus 1. Okay, integrating factor കിട്ടി. ഇനി ആ integrating factor കൊണ്ട് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യും. Multiply the given differential equation by 1 by the integrating factor. And the integrating factor multiply ഇതിനെ e raised to minus y into e raised to x plus y plus y e raised to y into dx plus അതുപോലെ ഇതിനെ e raised to minus y integrating factor e raised to minus y multiply the second term by e raised to minus y and e raised to minus y into x e raised to y minus 1 into dy is equal to 0. Okay, into dy is equal to 0.
മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ e raised to minus y കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം a raised to m into a raised to n, a raised to m plus n എന്നാവും. അന്നേരം e raised to x plus y plus minus y, ആ പ്ലസ് വൈ മൈനസ് വൈയും പോകും. ബാക്കി എന്ത് വരും? e raised to x. ഈ ടൈമിൽ e raised to minus y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് എന്തായിരിക്കണം? e raised to x പ്ലസ് ഇതിനെ e raised to minus y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം y ഇൻറ്റു e raised to y പ്ലസ് മൈനസ് വൈ എന്നാവില്ലേ? m പ്ലസ് n എന്നാവുമ്പോൾ ദാറ്റ് ഇസ് e raised to 0 1. അതാണ് y. ഫസ്റ്റ് ടൈമിൽ e raised to minus y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ e raised to minus y ക്യാൻസൽ ചെയ്യും. ബാക്കി e raised to x പ്ലസ് y ഇൻറ്റു dx പ്ലസ് ഇനി ഇതിനെ എന്ത് ചെയ്യണം? e raised to y കൊണ്ട് മൈനസ് y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് ടൈമിന് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ e raised to x, e raised to y, e raised to minus y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ y മൈനസ് y 0, ദാറ്റ് ഈസ് x. പിന്നെ ഈ 1നെ e raised to minus y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x മൈനസ് e raised to minus y dy എന്ത് കിട്ടും? 0. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ച് ആ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കൊണ്ട് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്ക് ഇത് കിട്ടും. ഇതിൻ്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ, അഥവാ തിരിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. കാരണം എന്താ? നമ്മൾ e raised to minus y കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 1നെ ആ e raised to minus y അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയല്ലേ കിട്ടുക. എന്നാൽ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് പോലെ എന്ത് ചെയ്യണം? ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. എന്നാൽ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി അത് എക്സാക്റ്റ് ആണ് തെളിയിക്കണം വേണ്ടേ? എക്സാക്റ്റ് ആണ് തെളിയിച്ചിട്ട് ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇത്രയും ഒന്നും സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് അതൊന്ന് നോട്ടിലേക്ക് പകർത്തുക. ബാക്കി ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യും. ഇപ്പം തന്നെ അന്ന് വേഗം സേവ് ചെയ്യുക. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ടൈമാണ്. അന്നേരം മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും? എക്സാക്റ്റ് ആയിരിക്കണം. അന്നേരം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഇക്വേഷൻ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? m of xy ഇൻറ്റു dx പ്ലസ് n of xy ഇൻറ്റു dy 0 എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. അതുമായി കമ്പയർ ചെയ്യും. നോൺ എക്സാക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? p of xy യും അതുപോലെ q of xy യും. എക്സാക്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? m ഇൻറ്റു dx പ്ലസ് n ഇൻറ്റു dy 0. വാട്ട് ഈസ് m of xy is equal to m of xy is equal to e raised to x plus y. What is n? n of xy dy is equal to 0. n is equal to this one, x minus e raised to minus y. Okay? What is del m divided by del y? Del m divided by del y is equal to ഇതിനെ y by differentiate ചെയ്യും. take x as a constant. അപ്പോൾ e raised to x എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. y ഡെറിവേറ്റീവ് 1. Similarly, what is del n by del x? Del n by del x is equal to x in the derivative 1. This is derivative 0. And then del m divided by del y is equal to del n by del x. Or the second equation. After multiplying the given differential equation by the integrative factor, we get the second one. That second equation is exact. അഥവാ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ഏതിലേക്ക് മാറ്റി? എക്സാക്റ്റിലേക്ക് മാറ്റി. എങ്ങനെ? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ മൾട്ടിപ്ലൈ. ഇനി എക്സാക്റ്റ് ആയാൽ വാട്ട് ഈസ് സൊല്യൂഷൻ? Solution is equal to m into dx, integral m dx plus n-നകത്ത് x ഇല്ലാത്ത ടൈംസ് എടുക്കും, അതിനെ y-മായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അത് രണ്ടോടെ ആഡ് ചെയ്യും, ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. എന്നാൽ അതിന് വാട്ട് ഈസ് ഇൻ്റഗ്രൽ m dx? ഇത് m dx. m dx മീൻസ് കാരണം m dx എടുക്കുമ്പോൾ എന്തായിരിക്കണം? y ആസ് എ കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ e raised to x dx, integral e raised to x dx means e raised to x. Similarly, integral y into dx, y കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ y into integral dx അല്ലേ? ഇത് e raised to x dx, integral e raised to x dx plus y into integral dx. എന്നാൽ y into dx ന്റെ integral എന്താണ്? x എന്നാണ് e raised to x plus x. ഓക്കെ? അന്നേരം n integral m dx is equal to e raised to x plus x. ഇനി അടുത്താണ് ടേംസ് ഫ്രീ ഫ്രം n x in n. അതിനെ y മാറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതല്ല n. ഇതിനകത്ത് എക്സ് ഉണ്ട്, ഇതിനകത്ത് എക്സ് ഉണ്ടോ? ഇല്ലല്ലോ. അന്നേരം എക്സ് ഇല്ലാത്ത ടൈം ഏതാണ്? മൈനസ് e raised to minus y ആണ്. ഓക്കെ? അന്നേരം ടേംസ് ഫ്രീ ഫ്രം എക്സ് ഇൻ n ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് e raised to minus y dy. ഇൻ്റഗ്രൽ മൈനസ് ഇങ്ങോട്ട് e raised ചെയ്ത് വന്നാൽ ഇൻ്റഗ്രൽ e raised to minus y. ഇനി അടുത്ത ഈ മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് ഉണ്ടാവും. ആ മൈനസ് വൈ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1. ആ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയല്ലേ? വാട്ട് ഈസ് ഇൻ്റഗ്രൽ e raised to x? e raised to x into integral e raised to x by 2, e raised to 5x into e raised to 5x by 5. അതുപോലെ sin 3x ആണെങ്കിലോ? sin 3x ആണെങ്കിൽ മൈനസ് cos 3x by 3 എന്നല്ലേ വരും. അങ്ങനെ ഇവിടെ e raised to minus y യുടെ e raised to minus y divided by minus 1. ആ മൈനസ് ക്യാൻസൽ ചെയ്യും, is equal to e raised to minus y. എന്നാൽ ഇതിൻ്റെ കൂടെ ആക്കി
Therefore, general solution is given by general solution is integral f dx plus integral of terms free from x in n into dy, e raised to x plus xy plus e raised to minus y is equal to a constant. This is the general solution. In a given initial value തന്നിട്ടുണ്ടല്ലോ condition y of 0 is equal to minus 1 തന്നിട്ടുണ്ട്. അതാണ് given y of 0 is equal to minus 1. Not 1, minus 1. Now y of 0 is equal to minus 1 means when x is equal to 0, x in the value 0 ആയ y യുടെ value എന്തായിരിക്കും? അത് minus 1. അതാണ് when x is equal to 0, y is equal to minus 1. അഥവാ ഈ കിട്ടിയിരിക്കുന്ന സൊല്യൂഷനേക്കകത്ത് x വരുന്നിടത്ത് എന്ത് കൊടുക്കുക? 0. y വരുന്നിടത്ത് എന്ത് കൊടുക്കും? minus 1. ഓക്കെ, എന്നാൽ x വരുന്നിടത്ത് 0 കൊടുത്താൽ ഇതെന്ത് വരും? e raised to 0. ഇത് x 0, y minus 1. ഒന്ന് 0 ആകുമ്പോൾ 0 into minus 1, 0. ഇത് e raised to minus y ക്ക് പകരം minus 1. അന്നേരം minus of minus 1, e raised to 1 equal to 0. Right. Then what is e raised to 0? 1. That is c is equal to 1 plus e raised to 1. That is 1 plus 1. ആ സിയുടെ വാല്യൂ നമ്മൾ സൊല്യൂഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അന്നേരം പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. Therefore, hence a is the general solution ആണ്. ആ സൊല്യൂഷന് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് e raised to x plus xy plus e raised to minus y is equal to c യുടെ വാല്യൂ 1 plus 1. Okay, our particular solution is this one. E raised to x plus xy plus e raised to minus y is equal to 1 plus 1. എന്നാൽ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇതും എന്ത് ചെയ്യുക? നിങ്ങൾ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത ആ പ്രോബ്ലത്തിൻ്റെ ബാക്കി കംപ്ലീറ്റ് ഇത് ബാക്കി എഴുതുക. ഇത് കൂടെ വേഗം എഴുതുക. ഇന്ന് എല്ലാവരും സേവ് ചെയ്യുക, എന്നിട്ട് നോട്ടിലേക്ക് പകർത്തുക. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഈ കണക്കുകൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. സോൾവ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോൾവ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ അത് യൂസിങ് എന്തായിരിക്കണം? എക്സാക്റ്റ് ആണെന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ചെയ്യുക. എക്സാക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അതിൽ e raised to x into cos y dx minus sin y dy is equal to 0. പക്ഷേ ആ പ്രോബ്ലം നോക്കിയ what is m is equal to e raised to x into cos y. What is n? e raised to x into minus sin y. What is del m divided by del y? e raised to x into cos y derivative minus sin y. e raised to x into or minus e raised to x sin y. What is del n by del x? e raised to x derivative e raised to x into minus sin y. അത് രണ്ടും സെയിം ആണ്, എക്സാക്റ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യത്തെ തന്നെ എക്സാക്റ്റ് ആണ്. എക്സാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ ഈ കണക്കുകൾ ഇത് തന്നിരിക്കുന്ന ഈ കണക്കുകൾ എന്തായിരിക്കണം എന്നില്ല, എക്സാക്റ്റ് ആയിരിക്കണം എന്നില്ല. ഇത് മൂന്ന് നമ്മൾ എക്സാക്റ്റ് അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. രണ്ടാമത്തെ പ്രോബ്ലം e raised to 2x 2 cos y dx minus sin y dy is equal to 0. അത് മിക്കവാറും എക്സാക്റ്റ് ആയിരിക്കണം. എമ്മിൻ്റെ വാല്യൂ എഴുതുക, n എഴുതുക, del m divided by del y is equal to del n by del x ആണോ നോക്കുക. അതുപോലെ അടുത്ത 2 cos hx cos y dx is equal to sin hx sin y dy. എന്നാൽ ഈ ടേബിൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നോക്കണം m dx plus m dy is equal to 0 എന്നുള്ള ഫോമിൽ m ഉം n കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സാക്റ്റ് ആണെന്ന് നോക്കുക. എക്സാക്റ്റ് ആണ് ഡയറക്റ്റ്. അതേപോലെ ഈ മൂന്ന് പ്രോബ്ലം. എന്നാലും ഈ ടോട്ടൽ ഈ 6 പ്രോബ്ലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മൂന്ന് എന്തായിരിക്കില്ല, എക്സാക്റ്റ് ആയിരിക്കുന്നില്ല. അതിന് നിങ്ങൾ എന്താക്കണം? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക. ദെൻ മൾട്ടിപ്ലൈ ദ ഗിവൺ ഇക്വേഷൻസ് ബൈ ദ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എക്സാക്റ്റ് ആൻഡ് സോ. ഇതൊന്ന് സേവ് ചെയ്യുക, എന്നിട്ട് നോട്ടിലേക്ക് പാസ് ചെയ്യുക. എന്നിട്ട് ഈ ഹോംവർക്കുകൾ കഴിയുന്ന ഇന്ന് തന്നെ നിങ്ങൾ നാളത്തേക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ.